പരിശുദ്ധ പ്രവാചകൻ കഴിഞ്ഞാൽ സുന്നി മുസ്ലിങ്ങളുടെ ഇടയിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമുക്കറിയാം, അദ്ദേഹം സാഹിബുർ റസൂലാണ്, അമീറുൽ മുഅ്മിനീനാണ്. ഈ അമീറുൽ മുഅ്മിനീൻ എന്നുള്ള ആ ഒരു പദവി അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് സഹാബാക്കൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഖലീഫത്തി റസൂലില്ല എന്നാണ്. റസൂലിൽ നിന്ന് അധികാരമേറ്റവൻ എന്നുള്ള അർത്ഥത്തിൽ ഖലീഫത്ത് റസൂലില്ല എന്നാണ് വിളിച്ചിരുന്നത്. ഇത് പിന്നീട് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഖലീഫത്ത് റസൂലില്ല എന്ന് ഉമറിനെ വിളിക്കാൻ വേണ്ടി തുടങ്ങി. അതായത് റസൂലിൽ നിന്ന് അധികാരമേറ്റ ആളിൽ നിന്ന് അധികാരമേറ്റവൻ എന്നുള്ള അർത്ഥത്തിൽ ഉമർ ബിൻ ഖത്താബിനെ ഖലീഫത്ത് റസൂലില്ല എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രീതി, ആ ഒരു പ്രവണത തുടർന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഖലീഫത്തി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് ഉമർ ബിൻ ഖത്താബാണ് അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവ്, വിശ്വാസികളുടെ നേതാവ് എന്നർത്ഥം വരുന്ന അമീറുൽ മുഅ്മിനീൻ എന്നുള്ള ആ ഒരു പേര് നിർദ്ദേശിക്കുകയും അത് സ്ഥിരപ്പെടുകയും ചെയ്യുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അമീറുൽ മുഅ്മിനീൻ എന്ന് ആരും വിളിച്ചിരുന്നില്ല, ഖലീഫത്ത് റസൂലില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹം സാഹിബുർ റസൂലാണ്, ഒന്നാം ഖലീഫയാണ്, പരിശുദ്ധ പ്രവാചകൻ്റെ ഭാര്യ പിതാവാണ്, ആയിഷ ബീവിയുടെ പിതാവാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഖുലഫാഉർ റാഷിദീങ്ങളിൽ ഒന്നാമനായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് നമുക്കറിയാത്ത ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. ചെറിയ ഒരു ഉദാഹരണത്തിന്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ പേര് അതെന്താണെന്നറിയോ? അത് അറിയുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. അത് അറിയാത്തവരുണ്ടെങ്കിൽ അത് അറിയില്ല എന്നുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. നമുക്ക് എത്ര പേർക്ക് അത് അറിയാം എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടി, നമ്മുടെ അറിവ് നമുക്കൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്തായാലും ഞാനിന്ന് പറയാൻ പോകുന്നത് ഏറ്റവും വലിയ ആ ഒരു സ്വഹാബിയെക്കുറിച്ചാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. ഖലീഫത്തി റസൂലില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ പേര് അബ്ദുള്ള ഇബ്ന് ഉസ്മാൻ ഇബ്ന് ആമിർ ഇബ്ന് അംർ ഇബ്ന് കാബ് എന്നാണ്. അബ്ദുള്ള ഇബ്ന് ഉസ്മാൻ എന്ന് ചുരുക്കി പറയാം. ഖുറൈശികളുടെ കൂട്ടത്തിലെ ബനു തൈം എന്ന വംശത്തിൽപ്പെട്ട വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ്. അദ്ദേഹത്തിൻ്റെ പിതാവ് അബൂ ഖുഹാഫ ഉസ്മാൻ ഇബ്ന് ആമിർ അബൂബക്കർ സിദ്ദീഖിന് ആദ്യം ഇട്ട പേര് അബ്ദുൽ കാബ എന്നാണ്. അത് പിൽക്കാലത്താണ് പരിശുദ്ധ പ്രവാചകൻ മാറ്റി അബ്ദുള്ള എന്ന് ആക്കുന്നത്. ഈ അബൂബക്കർ എന്നുള്ളത് ഒരു വിളിപ്പേര് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെയാണ് ആ ഒരു പേര് വിളിച്ച് തുടങ്ങുന്നത്. ബക്കറിൻ്റെ പിതാവ്. ഈ ബക്കർ എന്നുള്ളൊരു പേരിലൊരു മകനൊന്നും അബൂബക്കർ സിദ്ദീഖിന് ഉണ്ടായിരുന്നില്ല. അതൊരു വിളിപ്പേര് മാത്രമാണ്. ബക്കർ എന്ന് പറഞ്ഞാൽ ഉഷിരുള്ള ആൺ ഒട്ടകക്കുട്ടി, അങ്ങനെ എന്തോ ഒരു അർത്ഥമാണ്. ആ രീതിയിലാണ് അബൂബക്കർ എന്ന് വിളിച്ച് പോന്നിരുന്നത്. അസിദ്ദീഖ് എന്നുള്ള ആ ഒരു പദവി, ആ ഒരു പേരും പരിശുദ്ധ പ്രവാചകൻ തന്നെയാണ് വിളിച്ച് തുടങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് സംഭവങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഇത് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉള്ളതാണ്. ഒരിക്കലും പരിശുദ്ധ പ്രവാചകനും അബൂബക്കറും ഉമറും ഉസ്മാനും കൂടെ ഉഹദ് മല നടന്നിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഉഹദ് മലയിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഉഹദ് മല ചെറുതായിട്ട് ഇങ്ങനെ കിടുങ്ങാൻ വേണ്ടി തുടങ്ങി, ഇങ്ങനെ വിറക്കാൻ വേണ്ടി തുടങ്ങി. പരിശുദ്ധ പ്രവാചകൻ ആ സമയത്ത് കാലുകൊണ്ട് താഴെ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, ഉഹദേ അടങ്ങ്, നിൻ്റെ മുകളിൽ ഈ സമയത്തുള്ളത് ഒരു നബിയും ഒരു സിദ്ദീഖും 2 ശുഹദാക്കളും ആണ് എന്ന് പറഞ്ഞു. നിൻ്റെ മുകളിൽ ഈ സമയത്തുള്ളത് ഒരു നബിയും ഒരു സിദ്ദീഖും 2 ശുഹദാക്കളും ആണ് എന്ന്. ഇതാണ് ഒരു സംഭവം. മറ്റേ സംഭവം ഇത് സീറയുടെ ഭാഗമായിട്ടൊക്കെ ഉള്ളതാണ്. ഇസ്രാ വൽ മിഅ്റാജ് കഴിഞ്ഞ ആ ഒരു സമയത്ത് ആരോ വന്നിട്ട് അബൂബക്കർ സിദ്ദീഖിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിൻ്റെ കൂട്ടുകാരൻ പറയുന്നത് കേട്ടില്ലേ? അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, എന്താ പറഞ്ഞത്? എൻ്റെ കൂട്ടുകാരൻ എന്താ പറഞ്ഞത്? അവൻ ഒരൊറ്റ രാത്രി കൊണ്ട് ജെറൂസലേമിൽ പോയി മടങ്ങി വന്നു എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, അവൻ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞെങ്കിൽ അവൻ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് സിദ്ദീഖ് എന്നുള്ള ആ ഒരു പേര് സ്ഥിരപ്പെട്ടത് എന്നും പറയുന്നുണ്ട്. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ നിരന്തരമായി സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബൂ ഖുഹാഫ, മാതാവ് സൽമ ബിൻത്ത് സഖർ. ഇവർ രണ്ടുപേരും ഇസ്ലാം മതം സ്വീകരിച്ചവർ തന്നെയാണ്. അബൂബക്കർ സിദ്ദീഖിൻ്റെ മാതാവ് ദാവത്തിന് മുമ്പ് തന്നെ ആദ്യകാലത്ത് തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. പിതാവ് അബൂ ഖുഹാഫ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് മക്കം ഫത്തഹിൻ്റെ സമയത്താണ്. മക്ക പിടിച്ചടക്കിയിട്ടുള്ള 8ാം വർഷത്തിൽ ആ ഒരു സമയത്താണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ രൂപം
പറയപ്പെടുന്നത് വെളുത്ത ശരീരമാണ്, നേർത്ത താടി ഉണ്ടായിരുന്നു, തീരെ നീണ്ട ഒരു വ്യക്തിയായിരുന്നു. നീണ്ട ഒരു വ്യക്തിയായിരുന്നു, തീരെ മെല്ലിച്ചിട്ടായിരുന്നു. തീരെ തടിയില്ലാത്ത മെലിഞ്ഞ കൈകളും കാലുകളും ആയിരുന്നു. നല്ല പൊക്കം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അരപ്പട്ട ഇടയ്ക്കിടയ്ക്ക് ഇളകി താഴെ പോകുമായിരുന്നു. അത്രയും മെലിഞ്ഞ ശരീരമായിരുന്നു. ഒരു ഹദീസ് ഉണ്ട്, പരിശുദ്ധ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ആരെങ്കിലും അവൻ്റെ വസ്ത്രം അഹങ്കാരത്തിലോ പൊങ്ങച്ചത്തിലോ കണങ്കാലിന് താഴേക്ക്, നെരിയാണിയുടെ താഴേക്ക് വലിച്ചടച്ചാൽ അന്ത്യനാളിൽ അവൻ്റെ നേർക്ക് അള്ളാഹു കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല എന്ന്, അള്ളാഹുവിൻ്റെ നോട്ടം അവൻ്റെ മേൽ എത്തുകയില്ല എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, പ്രവാചകരെ, ചില സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത സമയത്ത് എൻ്റെ വസ്ത്രം കണങ്കാലിന് താഴേക്ക് പോകാറുണ്ട് എന്ന് പറഞ്ഞു. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, പക്ഷെ അത് നീ ചെയ്യുന്നത് അഹങ്കാരത്തിലല്ലല്ലോ, അഹങ്കാരത്തിൽ നീ ചെയ്യുന്നതല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം അത്രയും മെലിഞ്ഞ ഒരു ശരീരപ്രകൃതമായിരുന്നു അബൂബക്കർ സിദ്ദീഖിൻ്റേത്. ഇടയ്ക്കിടയ്ക്ക് വസ്ത്രം പോലും കണങ്കാലിന് താഴേക്ക് ഇറങ്ങി പോകുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖിൻ്റെ ആദ്യ കാലത്തെക്കുറിച്ച് ഒരുപാട് വിവരണങ്ങളൊന്നും ഇല്ല. പറയപ്പെടുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് ചില കാര്യങ്ങളിൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു എന്നാണ്. അതിലൊന്ന് ഈ വംശപാരമ്പര്യത്തെക്കുറിച്ച്, ഇൽമുൽ അൻസാബ്, അതിനെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ്. ഓരോ വ്യത്യസ്ത വംശത്തിൻ്റെ അവരുടെ വംശ പരമ്പരയെക്കുറിച്ച് കൃത്യമായ അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ്. ഈ വംശപരമ്പര എന്ന് പറയുന്ന അറബികളുടെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അങ്ങനെ ഓരോ വംശത്തിൻ്റെ പരമ്പരയും അവരുടെ കാലഘട്ടവും അവരുടെ ചരിത്രവും അതിനെക്കുറിച്ചൊക്കെ കൃത്യമായ അറിവുണ്ടായിരുന്നൊരു വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ്. ഇബ്നു ഇസ്ഹാഖ് പറയുന്നത്, പരിശുദ്ധ പ്രവാചകൻ ചില വംശക്കാരുടെ അടുത്തേക്ക് പോകുമ്പോൾ അബൂബക്കർ സിദ്ദീഖിനെയും കൂടെ കൊണ്ടുപോകുമായിരുന്നു എന്നാണ്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖിൻ്റെ അടുത്ത് ചോദിക്കും, ഈ ആളുകൾ ആരാണ്, ഇവരുടെ ചരിത്രം എന്താണ്? അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് കൃത്യമായിട്ട് ആ വിശദാംശങ്ങൾ പരിശുദ്ധ പ്രവാചകന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്യും എന്നാണ്. അപ്പോൾ അത്തരത്തിൽ വംശപരമ്പരയെക്കുറിച്ചുള്ള അൻസാബിനെക്കുറിച്ചുള്ള ഇൽമുൽ അൻസാബിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നർത്ഥം. ഇത്തരത്തിൽ വംശപാരമ്പര്യത്തെക്കുറിച്ച് അറിവുള്ള കുറഞ്ഞ ആളുകൾ വേറെയുണ്ട്. പക്ഷേ ഇബ്നു ഹജർ പറയുന്നത്, അബൂബക്കർ സിദ്ദീഖ് ഇത്തരത്തിൽ വംശപരമ്പര പറയുന്ന സാഹചര്യത്തിൽ അവരുടെ ചരിത്രം പറയുമ്പോൾ അതിലെ നന്മകൾ മാത്രമാണ് എടുത്ത് പറയാറ്. ആ വംശത്തിൻ്റെ മോശപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയാറില്ല. അതുകൊണ്ട് തന്നെ ഓരോ വംശക്കാർക്കും അവരുടെ വംശപരമ്പരയെക്കുറിച്ച് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു കേൾക്കുന്നത് ഇഷ്ടമായിരുന്നു എന്നാണ്. കാരണം മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നന്മകൾ മാത്രമാണ് അബൂബക്കർ സിദ്ദീഖ് വിവരിച്ച് പറഞ്ഞിരുന്നത്. ഇത് ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പും ഇത് അങ്ങനെ തന്നെയായിരുന്നു. അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് പിന്നെ പറയുന്ന ഒരു കാര്യം, ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുൻപും വളരെ മാന്യതയുള്ള ഒരു പ്രകൃതം ആയിരുന്നു എന്നാണ്. ചരിത്രകാരന്മാർ പറയുന്നത്, അബൂബക്കർ സിദ്ദീഖ് ഇസ്ലാമിന് മുൻപും മദ്യപിച്ചിരുന്നില്ല, വ്യഭിചരിച്ചിരുന്നില്ല, ഈ ബിംബാരാധനയിലൊന്നും ഏർപ്പെട്ടിരുന്നില്ല. ഇതെടുത്ത് പറയാൻ കാരണം അത്തരത്തിലുള്ള ആളുകൾ അറബികളുടെ ഇടയിൽ വളരെ ചുരുക്കമായിരുന്നു. അറബികൾക്ക് ഈ പെണ്ണും കള്ളും ഒന്നും ഇല്ലാതെ പറ്റില്ലായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് ഇതിൽ നിന്നൊക്കെ ഒഴിവായിരുന്നു. ആയിഷ ബീവി പറയുന്നത്, ഇസ്ലാമിന് മുമ്പ് തന്നെ അബൂബക്കർ സിദ്ദീഖ് തൻ്റെ മേല് മദ്യപാനം ഹറാം ആക്കിയിരുന്നു എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് വളരെ മാന്യമായും സൗമ്യമായും സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാവരോടും വളരെ മാന്യമായ ഒരു പ്രകൃതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഖുറൈശികളുടെ ഇടയിൽ അത്യധികം ബഹുമാനിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് 4 വിവാഹം കഴിച്ചിട്ടുണ്ട്. അതിൽ 6 മക്കളുണ്ട്. ആദ്യത്തെ ഭാര്യ കുത്തൈല ബിൻതി അബ്ദുൽ ഉസ്സ, ഇവരെ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇവർ പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. അവർക്ക് 2 മക്കളാണ്, ഒരു മകനും ഒരു മകളും. മൂത്തത് മകൻ അബ്ദുള്ള, പിന്നീട് അസ്മ ദാത്തുൽ നിതാഖൈൻ. അവർ ഒരു ഉമ്മയുടെ മക്കളാണ്, അബ്ദുള്ളയും അസ്മയും. ഇസ്ലാം മതം സ്വീകരിക്കുന്ന കാലത്തുണ്ടായിരുന്ന ഭാര്യയാണ് ഉമ്മി റുമാൻ. അവർക്കും 2 മക്കൾ തന്നെയാണ്. മൂത്താള് അബ്ദുറഹ്മാൻ, രണ്ടാമത്തത് ആയിഷ, പ്രവാചകൻ്റെ പത്നിയാവുന്നത്. ഹിജ്റ 6-ാം വർഷത്തിലാണ് അവർ വഫാത്താകുന്നത്, മദീനയിൽ വെച്ചിട്ട്. അബൂബക്കർ സിദ്ദീഖിൻ്റെ 3ാമത്തെ ഭാര്യ അസ്മ ബിൻതി ഉമൈസ്. ഇവരാദ്യം ജാഫർ ബിൻ അബി താലിബിനെ വിവാഹം കഴിച്ചു. അതിനുശേഷം മുഅത്ത യുദ്ധത്തിൽ ജാഫർ ബിൻ അബി താലിബ് ഷഹീദായപ്പോൾ ശേഷം അബൂബക്കർ സിദ്ദീഖിനെ വിവാഹം കഴിച്ചു. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖിൻ്റെ വഫാത്തിന് ശേഷം അലി ബിൻ അബി താലിബിൻ്റെ ഭാര്യയായി മാറുന്നുണ്ട്. ഒന്നിന് പിറകെ ഒന്നായിട്ട് 3 സ്വഹാബിമാരുടെ ഭാര്യ ആവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു മഹദിയാണ് അസ്മ ബിൻതി ഉമൈസ്.
അബൂബക്കർ സിദ്ദീഖിൻ്റെ വിയോഗത്തിന് ശേഷം ഇവർ അലി റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുന്നുണ്ട്. ഈ 3 ഭർത്താക്കന്മാരിൽ നിന്നും ഇവർക്ക് മക്കളും ഉണ്ട്. അബൂബക്കർ സിദ്ദീഖിന് ഒരു മകനാണ് മുഹമ്മദ് എന്ന പേര്, മുഹമ്മദ് ബിൻ അബീബക്കർ. ഈ കുട്ടിക്ക് ഏതാണ്ട് 3 വയസ്സ് ഉള്ള സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് വഫാത്താകുന്നത്. ഈ കുട്ടിക്ക് 1 വയസ്സുള്ള സമയത്താണ് പരിശുദ്ധ പ്രവാചകൻ വഫാത്താകുന്നത്. പരിശുദ്ധ പ്രവാചകൻ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ കുട്ടിക്ക് പ്രവാചകനെ കണ്ടിട്ടുള്ള ഒരു ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഒരു സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിന് വേറെ ചില കാരണങ്ങൾ കൂടി ഉണ്ട്. ഈ അസ്മ നിലനിൽക്കെ തന്നെ അബൂബക്കർ സിദ്ദീഖ് മറ്റൊരു വിവാഹം കൂടി കഴിക്കുന്നുണ്ട്, 4ാമത്തെ ഭാര്യ ഹബീബ ബിൻതി ഖാരിജ. ഇവർ മാത്രമാണ് അൻസാരി ആയിട്ടുള്ളത് മദീനത്ത് നിന്നുള്ളത്. ബാക്കി 3 പേരും ഖുറൈശികൾ തന്നെയാണ്. ഹബീബ ബിൻതി ഖാരിജ, അവർക്കൊരു മകളാണ് ഉമ്മു കുൽസൂം. ആ കുട്ടി ജനിക്കുന്നത് അബൂബക്കർ സിദ്ദീഖിൻ്റെ വഫാത്തിന് ശേഷമാണ്. അപ്പോൾ അവർ പരസ്പരം കണ്ടിട്ടില്ല. മറ്റ് സ്വഹാബാക്കളെ അപേക്ഷിച്ച് കുടുംബത്തിലെ മുഴുവൻ ആളുകളും ഇസ്ലാം മതം സ്വീകരിച്ച ഒരേ ഒരു സ്വഹാബി കൂടിയാണ് അബൂബക്കർ സിദ്ദീഖ്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാനുണ്ടായ സാഹചര്യം പ്രത്യേകിച്ചൊന്നുമില്ല. അദ്ദേഹം ആദ്യമേ ബിംബാരാധനകൾക്ക് എതിരായിരുന്നു. പരിശുദ്ധ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖും ഏതാണ്ട് സമപ്രായക്കാരാണ്, 1-2 വയസ്സിൻ്റെ ഒരു വ്യത്യാസം മാത്രമാണുള്ളത്. പ്രവാചകത്വത്തിന് മുമ്പും ഇവർ അടുത്ത കൂട്ടുകാരാണ്. പരിശുദ്ധ പ്രവാചകൻ്റെ സ്വഭാവവും സത്യസന്ധതയും ഒക്കെ അബൂബക്കർ സിദ്ദീഖിന് നല്ല നിശ്ചയമുണ്ട്, അറിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മതം പരിചയപ്പെടുത്തിയ ഉടനെ മറ്റ് ചോദ്യങ്ങളൊന്നും ഇല്ലാതെ അബൂബക്കർ സിദ്ദീഖ് ഉടനെ സ്വീകരിച്ചു എന്നാണ്. ആദ്യമായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ച സ്വതന്ത്ര പുരുഷൻ അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലൂടെയാണ് പ്രഗത്ഭരായിട്ടുള്ള പല ആളുകളും ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ, സുബൈർ ബിൻ അവ്വാം, തൽഹ റളിയല്ലാഹു അൻഹു, തൽഹ ഇബ്നു ഉബൈദില്ല ജമൽ യുദ്ധത്തിൽ വഫാത്തായത്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സഹാബാക്കളുടെ കൂട്ടത്തിലെ ബിസിനസ് മാഗ്നറ്റ്, പിന്നെ സഅദ് ബിൻ അബി വക്കാസ് പ്രവാചകൻ്റെ കാലത്ത് ഒരുമാതിരിപ്പെട്ട യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. പിന്നീട് ഖാദിസിയയിലും റിദ്ദ യുദ്ധങ്ങളിലും മുആവിയുടെ കാലത്താണ് അദ്ദേഹം വഫാത്താകുന്നത്. പിന്നീട് അബൂ ഉബൈദ ബിൻ അൽ ജറ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് വഫാത്ത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് അബൂ ഉബൈദ അവൻ ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ അവനെ ഞാൻ എൻ്റെ പിൻഗാമിയാക്കിയേനെ എന്നാണ്. അപ്പം അത്രയും പ്രഗത്ഭനായിട്ടുള്ള സ്വഹാബി അബൂബക്കർ സിദ്ദീഖിലൂടെയാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. അബൂ സലമ റസൂലിൻ്റെ അമ്മായിയുടെ മകൻ, പിതൃ സഹോദരിയുടെ മകൻ. പിന്നെ ഖാലിദ് ബിൻ സഈദ് ബൈസന്റീനെതിരെയുള്ള യുദ്ധത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് അദ്ദേഹത്തിൻ്റെ വഫാത്ത്. സിറിയൊക്കെ പിടിച്ചടക്കിയ ആ യുദ്ധത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇക്കൂട്ടത്തിലെ 5 പേരും അഷ്റ മുബശ്ശരീങ്ങളിൽപ്പെട്ട സ്വഹാബാക്കളാണ്. അബൂ ഉബൈദ, സഅദ് ബിൻ അബി വക്കാസ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, തൽഹ, സുബൈർ, 6 ഉസ്മാൻ അടക്കം 6 പേര്. പിന്നീട് ബിലാൽ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ മദൂൻ, അർക്കം ഇബ്നു അബി അർക്കം, റസൂൽ ആദ്യകാലത്ത് താമസിച്ചിരുന്ന ആ ഒരു വീട്ടിലാൾ. അതുകൂടാതെ പിന്നെ അബൂബക്കർ സിദ്ദീഖിൻ്റെ കുടുംബത്തിലെ മുഴുവൻ ആളുകളും, ഭാര്യയും മക്കളും, ആദ്യ ഭാര്യയുടെ മക്കളും, മാതാവും അവസാനം പിതാവും, അടിമയും അടക്കം, അതായത് സഹാബാക്കളുടെ കൂട്ടത്തിൽ അടിമയടക്കം കുടുംബത്തിലെ മുഴുവൻ പേരും ഇസ്ലാം മതം സ്വീകരിച്ച ഒരേ ഒരു സ്വഹാബി കൂടിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സമയത്ത് നടന്ന ഒരു സംഭവം, ഈ വിശ്വാസികൾ ഏതാണ്ട് ഒരു 38-40 ആൾ ആയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റസൂലിൻ്റെ അടുത്ത് ചോദിച്ചു, നമുക്കിനി പരസ്യമായിട്ട് കാബയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇസ്ലാം മതം പരിചയപ്പെടുത്തിയാലോ, അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. പ്രവാചകൻ അതിന് പ്രത്യേകിച്ചൊരു മറുപടി ഒന്നും പറഞ്ഞില്ല, വേണ്ടാന്നും പറഞ്ഞില്ല, വേണമെന്നും പറഞ്ഞില്ല. എന്തായാലും അബൂബക്കർ സിദ്ദീഖ് അങ്ങനെ കാബയുടെ അടുത്ത് പോയിട്ട് പരിശുദ്ധ പ്രവാചകൻ്റെ ആശയങ്ങളെ പരസ്യപ്പെടുത്താൻ വേണ്ടി തുടങ്ങി. ഖുറൈശികൾ ചുറ്റും കൂടി ബഹളം വെക്കാൻ തുടങ്ങി, തെറി പറയാൻ തുടങ്ങി, ശപിക്കാൻ തുടങ്ങി. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് ഇതൊന്നും വകവെക്കാതെ അങ്ങനെ പ്രവാചകൻ്റെ ആശയങ്ങൾ അങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അവസാനം ഖുറൈശികളുടെ ഇടയിൽ നിന്ന് ആദ്യം ഉത്ബ ഇബ്നു റബിയ ചെരുപ്പ് ഊരിയെടുത്തിട്ട് അബൂബക്കർ സിദ്ദീഖിനെ അടിച്ചു. അതൊരു തുടക്കമായിരുന്നു. ഖുറൈശികൾ ഒന്നടങ്കം അബൂബക്കർ സിദ്ദീഖിൻ്റെ മേലേക്ക് ചാടി ആക്രമിക്കാൻ തുടങ്ങി. 4 ഭാഗത്തു നിന്നും ഖുറൈശികൾ അബൂബക്കർ സിദ്ദീഖിനെ അടിച്ചു, ആക്രമിച്ചു, വലിയ രീതിയിൽ തന്നെ മർദ്ദിച്ചു. അവസാനം അബൂബക്കർ സിദ്ദീഖ് ബോധരഹിതനായിട്ട് ചോരയിൽ കുളിച്ചങ്ങനെ കിടക്കുകയാണ്. മുഖത്തടക്കം അടി കൊണ്ട് മുറിഞ്ഞങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ആരോ പോയിട്ട് ഇത് തൈമികളെ വിവരം അറിയിച്ചു. ബനു തൈം അബൂബക്കർ സിദ്ദീഖിൻ്റെ വംശക്കാരാണ്. അവരെ വിവരം അറിയിച്ചു. അവർ വന്നിട്ട് അബൂബക്കർ സിദ്ദീഖിനെ അവിടെ നിന്ന് ഒരു വലിയ തുണിയിൽ കിടത്തി അങ്ങനെ എടുത്തുകൊണ്ട് പോയി. അബൂബക്കർ സിദ്ദീഖിന് ഈ സമയത്ത് ഗുരുതരമായിട്ടുള്ള രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖിൻ്റെ പിതാവ് അദ്ദേഹം ഇനി ജീവിക്കില്ല, മരിച്ചു പോകും എന്ന് വരെ വിചാരിച്ചു എന്നാണ്.
അത്രക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകളുണ്ടായിരുന്നു. ഈ ബനു തൈമുകാർ അബൂബക്കർ സിദ്ദീഖ് മരിച്ചു കഴിഞ്ഞാൽ ഉത്ബ ഇബ്നു റബിയയെ അവർ കൊല്ലും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖിനെ അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തി ചോരയിൽ കുളിച്ച് അങ്ങനെ കിടക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖിൻ്റെ പിതാവ് അബൂ ഖുഹാഫ് അങ്ങനെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ തട്ടി വിളിക്കും, മോനെ കണ്ണ് തുറക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കും. അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ അബോധാവസ്ഥയിൽ എത്രയോ നേരം അങ്ങനെ കിടന്നു. എപ്പോഴോ ബോധം വീണപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു അത്രേ, എന്താണ് റസൂലുള്ളായുടെ അവസ്ഥ, എന്താണ് റസൂലിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു അത്രേ. ഇത് കേൾക്കേണ്ട താമസം അബൂ ഖുഹാഫക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. പറഞ്ഞു, അവൻ്റെ പിന്നാലെ നടന്നിട്ട്, മുഹമ്മദിൻ്റെ പിന്നാലെ നടന്നിട്ട് നീ ഈ കോലത്തിലായതൊന്നും പോരെ, നിനക്ക് കിട്ടിയതൊന്നും മതിയായില്ലേ, അവനാണ് നിന്നെ ഈ കോലത്തിലാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശപിക്കാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖിൻ്റെ ആ ഒരു വർത്തമാനം കേട്ടിട്ട് അബൂ ഖുഹാഫ അവിടുന്ന് പോയി. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് തൻ്റെ മാതാവിനോട് ഉമ്മി ഖൈറിൻ്റെ അടുത്ത് ചോദിച്ചു, റസൂലുള്ളായുടെ വിവരം എന്താണ് അദ്ദേഹത്തിൻ്റെ വിവരം എന്ന് ചോദിച്ചു. ഉമ്മി ഖൈർ പറഞ്ഞു, എനിക്കറിയില്ല, നിൻ്റെ കൂട്ടുകാരൻ്റെ വിവരമൊന്നും എനിക്കറിയില്ല, നീ ഇത് കഴിക്ക് എന്ന് പറഞ്ഞിട്ട് എന്തോ കഴിക്കാൻ വേണ്ടി കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഇല്ല ഞാൻ കഴിക്കില്ല, എനിക്ക് റസൂലുള്ളായുടെ വിവരം അറിയണം. അതുകൊണ്ട് കഅബാലയത്തിൻ്റെ അടുത്ത് ഉമ്മി ജമീലിൻ്റെ അടുത്ത് പോയിട്ട്, ഉമ്മി ജമീൽ ബിൻതി ഖത്താബാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയാണ്. ഉമ്മി ജമീലിൻ്റെ അടുത്ത് പോയിട്ട് റസൂലുള്ളായുടെ വിവരം അറിഞ്ഞു വരണം, അത് അറിഞ്ഞു വരുന്നത് വരെ ഞാൻ ജലപാനം ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ ഉമ്മി ഖൈർ, അബൂബക്കർ സിദ്ദീഖിൻ്റെ ഉമ്മ, ഉമ്മി ജമീലിൻ്റെ അടുത്തേക്ക് പോവാണ്. ഉമ്മി ജമീലിൻ്റെ അടുത്തേക്ക് പോയി പറഞ്ഞു, ഞാൻ അബൂബക്കറിൻ്റെ മാതാവാണ്, എനിക്ക് മുഹമ്മദിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയണം, എന്താണ് മുഹമ്മദിൻ്റെ അവസ്ഥ എന്നുള്ളത് അറിയണം എന്ന് പറഞ്ഞു. ഈ ഉമ്മി ജമീലിന് അബൂബക്കർ സിദ്ദീഖിൻ്റെ മാതാവിനെ അറിയില്ല, അവർ നേരിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവർ സംശയിച്ചു, അവർ പേടിച്ചു. അവർ പറഞ്ഞു, എനിക്ക് അബൂബക്കറിനെ അറിയില്ല, എനിക്ക് മുഹമ്മദിനെ അറിയില്ല എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖിൻ്റെ മാതാവ് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, അവൻ ജലപാനം ചെയ്യില്ല, മുഹമ്മദിൻ്റെ വിവരം അറിയുന്നത് വരെ അവൻ പച്ചവെള്ളം കഴിക്കില്ല എന്ന് ശാഠ്യം പിടിച്ച് കിടക്കുകയാണ്. മുഹമ്മദിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം, എന്താണ് അവൻ്റെ അവസ്ഥ എന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഉമ്മി ജമീലിന് ആ സമയത്ത് പരിശുദ്ധ പ്രവാചകൻ്റെ അവസ്ഥ പരസ്യപ്പെടുത്താൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉമ്മി ജമീൽ പറഞ്ഞു, ഞാനും വരാം, ഞാൻ അബൂബക്കർ സിദ്ദീഖിൻ്റെ അടുത്ത് നേരിട്ട് സംസാരിക്കാം എന്നും പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖിൻ്റെ വീട്ടിലേക്ക് ചെന്നു. ഉമ്മി ജമീലിനെ കണ്ടതും അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, എന്താണ് റസൂലുള്ളായുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു. ഉമ്മി ജമീൽ പറഞ്ഞു, നിൻ്റെ മാതാവ് ഇവിടെ നിൽക്കല്ലേ, നിൻ്റെ ഉമ്മ ഇവിടെ നിൽക്കല്ലേ, എനിക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, പേടിക്കണ്ട, അവരെ വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. ഉമ്മി ജമീൽ പറഞ്ഞു, റസൂലുള്ളാഹ്ക്ക് കുഴപ്പമൊന്നുമില്ല, ആൾ സുരക്ഷിതനാണ്, ദാറുൽ അർക്കമിൽ ആൾ സുരക്ഷിതനായിട്ടുണ്ട്, പേടിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിലിടക്ക് വീണ്ടും അബൂബക്കർ സിദ്ദീഖിൻ്റെ ഉമ്മ എന്തോ കുടിക്കാൻ വേണ്ടി കൊടുത്തു. പറഞ്ഞു, നീ ഇത് കഴിക്ക്, നീ ഇത് കുടിക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, വല്ലാഹി അള്ളാഹുവിൻ്റെ റസൂല് സുരക്ഷിതനാണ് എന്ന് എനിക്ക് കണ്ട് ബോധ്യപ്പെടുന്നത് വരെ ഞാൻ ജലപാനം ചെയ്യില്ല, ഞാൻ കഴിക്കില്ല എന്ന് ശാഠ്യം പിടിച്ചു. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ ആയപ്പോൾ ഇരുട്ടിയ സമയത്ത് ഉമ്മി ജമീലിൻ്റെയും മാതാവിൻ്റെയും കൂടെ അബൂബക്കർ സിദ്ദീഖ് അങ്ങനെ ദാറുൽ അർക്കമിലേക്ക് പരിശുദ്ധ പ്രവാചകൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇവർ വേറെ നിവൃത്തിയില്ലാതെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. പരിശുദ്ധ പ്രവാചകനെ കണ്ടതും വിതുമ്പിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് പ്രവാചകൻ്റെ മേലേക്ക് ചാരി വീണു, കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരയാൻ തുടങ്ങി. പ്രവാചകർക്കും ആ സമയത്ത് വല്ലാത്ത സങ്കടം ഉണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റസൂലിനെ ആശ്വസിപ്പിച്ചു എന്നാണ് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഈ മുഖത്ത് കാണുന്ന ഈ പാടുകൾ മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ ശരിയായിക്കോളും, ഞാൻ നേരെ ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ പ്രവാചകനെ അങ്ങോട്ട് ആശ്വസിപ്പിച്ചു. ശേഷം തൻ്റെ മാതാവിനെ പരിചയപ്പെടുത്തിയത് എൻ്റെ ഉമ്മയാണ്, ആദ്യമായിട്ട് കാണുന്നു റസൂലിനെ പരിചയപ്പെടുത്തിയത് എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണത്രേ അബൂബക്കർ സിദ്ദീഖിൻ്റെ മാതാവ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത് എന്നാണ്. ഇത് വളരെ നേരത്തെയാണ്, ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിലാണ്. പിന്നീട് മക്കയിലെ കാലഘട്ടത്തിലും ഹിജ്റയിലും പിന്നീട് മദീനയിലും പരിശുദ്ധ പ്രവാചകൻ്റെ കൂടെ സദാ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ്. പരിശുദ്ധ പ്രവാചകൻ്റെ കൂടെ എല്ലാ സൈനിക നീക്കങ്ങളിലും യുദ്ധങ്ങളിലും പങ്കെടുത്ത ഒരേ ഒരു സ്വഹാബി കൂടിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പരിശുദ്ധ പ്രവാചകൻ്റെ വഫാത്തിന് മുൻപ്, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രവാചകൻ പള്ളിയിലിരുന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു അടിമയോട് അള്ളാഹു പറഞ്ഞു, ഒന്നുകിൽ നിനക്ക് ഈ ലോകം സ്വീകരിക്കാം, അതല്ലെങ്കിൽ നിനക്ക് നിൻ്റെ റബ്ബിനെ സ്വീകരിക്കാം, രണ്ടിലൊന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം, നിനക്ക് സ്വീകരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ അടിമ അവൻ്റെ റബ്ബിനെ സ്വീകരിച്ചു, തിരഞ്ഞെടുത്തു, റബ്ബിനെ തൃപ്തിപ്പെട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞു. സഹാബാക്കൾക്ക് ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി, എത്ര ഭാഗ്യവാൻ, എത്ര ഭാഗ്യം ചെയ്ത അടിമയാണ് എന്നുള്ള രീതിയിൽ അവർ എല്ലാവരും സന്തോഷിച്ചു.
സഹാബാക്കളുടെ കൂട്ടത്തിലിരുന്ന് അബൂബക്കർ തേങ്ങിക്കരയാൻ തുടങ്ങി. കാരണം ഇത് പരിശുദ്ധ പ്രവാചകൻ്റെ വഫാത്തിൻ്റെ സൂചനയാണ് എന്നുള്ളത് അബൂബക്കർ സിദ്ദീഖിന് ആ സമയത്ത് മനസ്സിലായി എന്നാണ് പറയുന്നത്. പരിശുദ്ധ പ്രവാചകൻ ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖിൻ്റെ നേർക്ക് നോക്കിയിട്ട് പറഞ്ഞു, നീ കരയണ്ട, എൻ്റെ ആളുകളുടെ കൂട്ടത്തിലും എൻ്റെ കുടുംബത്തിലും എനിക്ക് ഏറ്റവും വിശ്വാസമുള്ളത് അത് നിന്നെയാണ്. എനിക്കൊരു ഖലീലിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ഖലീൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, ഒരു ഖലീലിനെ തിരഞ്ഞെടുക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നെങ്കിൽ അത് നീ ആയേനെ, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തേനെ. പക്ഷേ അള്ളാഹു എന്നെ അവൻ്റെ ഖലീലാക്കി, അതുകൊണ്ട് എനിക്ക് മറ്റൊരു ഖലീലിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ഖലീലിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അത് നിന്നെ ഞാൻ തിരഞ്ഞെടുത്തേനെ എന്ന് പറഞ്ഞു. പരിശുദ്ധ പ്രവാചകൻ്റെ വഫാത്തിന് മുൻപുള്ള കുറഞ്ഞ ദിവസങ്ങൾ നമസ്കാരത്തിന് വേണ്ടി ഇമാമത്ത് നിൽക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖിനെയാണ് പരിശുദ്ധ പ്രവാചകൻ നിയമിക്കുന്നത്. അങ്ങനെ കുറഞ്ഞ സമയങ്ങളിൽ പരിശുദ്ധ പ്രവാചകൻ്റെ വിയോഗത്തിന് മുൻപും അബൂബക്കർ സിദ്ദീഖാണ് നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്നത്. ഈ പ്രവാചക ചരിത്രത്തിൽ പലയിടത്തും ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കരമായിട്ട് ചൂടാവുന്ന സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അബൂബക്കറിൻ്റെ രീതി എന്ന് പറയുന്നത് വളരെ സൗമ്യമായിട്ടുള്ള ഒരു രീതിയാണ്. അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു കർക്കശക്കാരനായിട്ടുള്ള ഭയങ്കര പൗരുഷമായിട്ടുള്ള ഒരു സ്വഭാവത്തിനുടമയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അങ്ങനെ പല സമയത്തും പ്രവാചകൻ്റെ അടുത്ത് പോലും ഉമർ റളിയല്ലാഹു അൻഹു ശബ്ദം ഉയർത്തി സംസാരിക്കേണ്ട സാഹചര്യമൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഹുദൈബിയയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത്തരം സമയങ്ങളിലൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ നിലക്ക് നിർത്താൻ, അടക്കി നിർത്താൻ കഴിവുണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമായിരുന്നു. ഈ പരിശുദ്ധ പ്രവാചകൻ്റെ വഫാത്തിൻ്റെ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഇല്ല. വിശുദ്ധ പ്രവാചകൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പിടിവിട്ട് നിൽക്കുകയാണ്, ഇങ്ങനെ കലിതുള്ളി നിൽക്കുകയാണ്. അതായത് ആരെങ്കിലും പരിശുദ്ധ പ്രവാചകൻ്റെ മരണവാർത്ത പറഞ്ഞാൽ അവൻ്റെ തല ഇബ്നു ഖത്താബ് എടുക്കും. റസൂലിനൊന്നും സംഭവിച്ചിട്ടില്ല, റസൂൽ തിരിച്ചു വരും, ഇത് മുനാഫിക്കുകൾ വെറുതെ പറഞ്ഞ് പരത്തുന്നതാണ്, അതിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ശബ്ദിച്ചാൽ അവൻ്റെ തല ഞാൻ എടുക്കും എന്നും പറഞ്ഞിട്ട് സഹാബാക്കൾ ഇങ്ങനെ വിറപ്പിച്ച് നിർത്തുകയാണ്. ആ ഒരു സാഹചര്യത്തിലേക്കാണ് അബൂബക്കർ സിദ്ദീഖ് കയറി വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് ഉമറിനോടായിട്ട് പറഞ്ഞു, ഉമറെ അടങ്ങ്, ഇരിക്ക് എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അത്തരത്തിൽ കൽപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി, ഒരേ ഒരു വ്യക്തി അത് അബൂബക്കർ സിദ്ദീഖ് മാത്രമായിരിക്കും. അതിനുശേഷമാണ് അബൂബക്കർ സിദ്ദീഖ് പരിശുദ്ധ പ്രവാചകൻ്റെ മിമ്പറിനടുത്ത് ചെന്ന് നിന്നിട്ട് പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു പ്രസംഗം നടത്തുന്ന, ആ ഒരു ഖുത്ബ നടത്തുന്നത്. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രവാചകനെ ആരാധിച്ചിരുന്നെങ്കിൽ അറിയുക, ആ പ്രവാചകൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അറിയുക, അവന് അന്ത്യമില്ല, അവൻ എന്നും ജീവിക്കുന്നവനാണ്. തുടർന്നുള്ള ആ ഒരു പ്രസിദ്ധമായ പ്രസംഗം അബൂബക്കർ സിദ്ദീഖ് ആ സമയത്ത് നടത്തുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പല സഹാബാക്കളും എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖിൻ്റെ വാക്കുകളിലൂടെയാണ് അവരൊക്കെ പ്രവാചക വിയോഗ വാർത്ത അറിയുന്നത്, അല്ലെങ്കിൽ ഉറപ്പിക്കുന്നത്. പിന്നീട് പരിശുദ്ധ പ്രവാചകൻ്റെ വിയോഗത്തിന് ശേഷം തൻ്റെ 60-ാമത്തെ വയസ്സിൽ അബൂബക്കർ സിദ്ദീഖ് ആദ്യത്തെ ഖലീഫയായി മാറുകയാണ്. അബൂബക്കർ സിദ്ദീഖ് കുറഞ്ഞ കാലം മാത്രമാണ് ഖിലാഫത്ത് നടത്തിയിട്ടുള്ളത്, രണ്ട് വർഷം അതിൽ കൂടുതലോ. ഈ കാലഘട്ടത്തിൽ നടക്കുന്ന 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. അതിലൊന്നാണ് ഹുറൂബുർ റിദ്ദ യുദ്ധങ്ങൾ, പിന്നെ ഖുർആൻ സമാഹരിക്കുന്ന സംഭവം. ഈ റിദ്ദ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ പ്രവാചകൻ്റെ വിയോഗത്തിന് തൊട്ട് പിന്നാലെ 3 വിഭാഗം ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിലൊരു കൂട്ടരെന്ന് പറഞ്ഞാൽ അവർ മുസ്ലിങ്ങളായിരുന്നു, അവർ ഇസ്ലാം മതം വിട്ടൊഴിഞ്ഞ് അവരുടെ പഴയ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോയ ആളുകളാണ്, ബിംബാരാധനയിലേക്ക് തിരിച്ചു പോയ ആളുകളാണ് ഒരു കൂട്ടം ആളുകൾ. രണ്ടാമത്തെ കൂട്ടർ അവർ മുസ്ലിമായിരിക്കെ തന്നെ അവർ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, പക്ഷെ അവർ സക്കാത്ത് നിഷേധിച്ചു, സക്കാത്ത് കൊടുക്കാൻ നിഷേധിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ പ്രവാചകർക്ക് മാത്രമേ സക്കാത്ത് കൊടുക്കുകയുള്ളൂ, വേറെ ആർക്കും അത് പിരിച്ചെടുക്കാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞിട്ട് സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്നും അവർ മാറി നിന്നു. അവർ സക്കാത്ത് തരില്ല, കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു വിഭാഗം അവർ കള്ളപ്രവാചകന്മാർ, അവർ പ്രവാചകൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. പ്രവാചകൻ്റെ വിയോഗത്തിന് ശേഷം ഇവർ കൂടുതൽ ശക്തിപ്പെടുകയും കൂടുതലായിട്ടുണ്ടാവുകയും ചെയ്തു. ഈ 3 കൂട്ടർക്കും എതിരെയുള്ള യുദ്ധങ്ങൾക്കാണ് റിദ്ദ യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. റിദ്ദ എന്ന് പറഞ്ഞാൽ പുറം തിരിഞ്ഞ് പോകുന്ന, സത്യത്തിൽ നിന്ന് മുർത്തദ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് റിദ്ദ, അഹ്ലുർ റിദ്ദ, ഇസ്ലാമിൽ നിന്ന് പുറം തിരിഞ്ഞ് പോകുന്നവർ എന്നർത്ഥം. ഇത് 1-2 യുദ്ധങ്ങളൊന്നുമല്ല, 10-25ഓളം യുദ്ധങ്ങളാണ്.
അബൂബക്കർ സിദ്ദീഖിൻ്റെ ഖിലാഫത്ത് എന്ന് പറയുന്നത് പ്രധാനമായും ഈ റിദ്ദ യുദ്ധങ്ങൾ തന്നെയാണ്. ഈ ഖാലിദ് ബിൻ വലീദൊക്കെ സ്റ്റാർ ആവുന്നത് ആ ഒരു സമയത്താണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത്, ഖിലാഫത്ത് കാലത്ത് നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഖുർആൻ സമാഹരിക്കുന്നതാണ്. ഖുർആൻ സൂക്തങ്ങൾ ഒരുമിപ്പിക്കുന്നതാണ്. ഈ പരിശുദ്ധ പ്രവാചകൻ്റെ കാലത്ത് ഈ ഖുർആൻ സൂക്തങ്ങൾ എല്ലിലും തോലിലും മരത്തിലൊക്കെ ആയിട്ട് വേറെ വേറെ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഈ റിദ്ദ യുദ്ധങ്ങളിൽ ഏതാണ്ട് 70ഓളം സഹാബാക്കൾ, അതായത് ഖുർആൻ മനഃപ്പാടമാക്കിയിട്ടുണ്ടായിരുന്ന, ഖുർആൻ അറിയാവുന്ന 70ഓളം സഹാബാക്കൾ കൊല്ലപ്പെട്ടു. അപ്പോൾ ഖുർആൻ്റെ സൂക്തങ്ങൾ അതങ്ങനെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു ചിന്ത ഉണ്ടായപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ നിർദ്ദേശപ്രകാരം അബൂബക്കർ സിദ്ദീഖ് ഖുർആൻ സൂക്തങ്ങൾ സമാഹരിക്കണം, അതൊരൊറ്റ ശേഖരമാക്കി മാറ്റണം എന്നുള്ള രീതിയിലൊരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. അങ്ങനെ അതിനുവേണ്ടി സെയ്ദ് ബിൻ സാബിത്ത് എന്ന സ്വഹാബിയെ ചുമതലപ്പെടുത്തുകയും അങ്ങനെ സെയ്ദ് ബിൻ സാബിത്ത് എന്ന സ്വഹാബി മദീന പള്ളിയിലിരുന്നിട്ട് ഈ ഖുർആൻ സൂക്തങ്ങൾ ശേഖരിക്കുകയും അത് മൃഗത്തോലിൽ എഴുതി ചേർത്ത് ഒരുമിപ്പിക്കുകയും ചെയ്യണം. ആ സമയത്ത് പക്ഷേ ഇത് ഒരു സംരക്ഷണം എന്നുള്ള രീതിയിലാണ് ഇത് കൂട്ടി ശേഖരിച്ച് വെക്കുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ഇത് ക്രമപ്പെടുത്തുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള സൂക്തങ്ങളും അധ്യായങ്ങളും ഒക്കെ മാറ്റി ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലത്ത് ഇത് കൂട്ടി ശേഖരിച്ച് വെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ആ സമയം മുതൽക്കാണ് ഇതിന് മുസ്ഹഫ് എന്നുള്ള പേര് വിളിച്ച് തുടങ്ങിയതും. ഏടുകൾ എന്നർത്ഥം വരുന്ന, സുഹൂഫ് എന്നർത്ഥം വരുന്ന മുസ്ഹഫ് എന്ന് പറഞ്ഞു തുടങ്ങുന്നതും ആ ഒരു സമയം മുതൽക്കാണ്. ഏതാണ്ട് 2 വർഷക്കാലം മാത്രമാണ് റസൂലിൻ്റെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് ഖിലാഫത്ത് നടത്തുന്നത്. പരിശുദ്ധ പ്രവാചകൻ്റെ വഫാത്ത് ഹിജ്റ വർഷം 11-നാണ്. അത് കഴിഞ്ഞ് ഹിജ്റ വർഷം 13-നാണ് അബൂബക്കർ സിദ്ദീഖ്, ജമാഅത്തുൽ ആഖിറിൽ അബൂബക്കർ സിദ്ദീഖിന് അസുഖം ബാധിക്കുന്നത്. നല്ല തണുപ്പുള്ള കാലമായിരുന്നു. പനി കൂടി വന്നു. അബൂബക്കർ സിദ്ദീഖിന് തൻ്റെ അന്ത്യം അടുത്തു എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി തുടങ്ങി. അദ്ദേഹം ചെറിയ ഒരു കൂട്ടം സ്വഹാബാക്കളെ വിളിച്ചു വരുത്തി പറഞ്ഞു, ഞാൻ അധികം വൈകാതെ നിങ്ങളെ വിട്ട് പിരിയും. ഞാൻ ഏറ്റെടുത്ത ചുമതല നിങ്ങളെ തിരിച്ചേൽപ്പിച്ച് ഞാൻ മടങ്ങും. എനിക്ക് ശേഷമുള്ള മറ്റൊരാളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ കണ്ടെത്തുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. ഞാൻ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ചോദിച്ചു. സ്വഹാബാക്കൾ പറഞ്ഞു, യാ ഖലീഫത്ത് റസൂലില്ല, നിങ്ങൾ പറയുന്ന ഏതൊരാളെയും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. നിങ്ങൾ പറയുന്ന ഏതൊരാളെയും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, എങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവരെ പിരിച്ചുവിട്ടു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും ഓരോ സഹാബാക്കളെ ഒറ്റക്കായിട്ട് അബൂബക്കർ സിദ്ദീഖ് വിളിച്ചു വരുത്തും. അവരോടായിട്ട് അബൂബക്കർ സിദ്ദീഖ് ചോദിക്കും, എന്താണ് നിങ്ങൾക്ക് ഉമർ ബിൻ ഖത്താബിനെ കുറിച്ചുള്ള അഭിപ്രായം? ഉമർ ബിൻ ഖത്താബിനെ ഖലീഫയാക്കണം എന്നുള്ളൊരു ചിന്ത, ഒരു തീരുമാനം അബൂബക്കർ സിദ്ദീഖിന് നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോരോ സഹാബാക്കളെ വിളിച്ചു വരുത്തിയിട്ട് ഉമർ ബിൻ ഖത്താബിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചറിയും. അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ വിളിപ്പിച്ചു ചോദിച്ചു, ഉമറിനെ കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞു, എന്നെക്കാൾ നന്നായിട്ട് അത് അറിയുന്നത് അങ്ങക്കല്ലേ യാ ഖലീഫത്ത് റസൂലില്ല, നിങ്ങൾക്കല്ലേ അത് നന്നായിട്ട് അറിയാം, എന്നെക്കാൾ നന്നായിട്ട് അറിയില്ലേ ഉമറിനെ എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഞാൻ ചോദിച്ചത് നിൻ്റെ അഭിപ്രായമാണ്, എനിക്കറിയേണ്ടത് നിൻ്റെ അഭിപ്രായമാണ്. അങ്ങനെ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞു, നിങ്ങൾക്കറിയാവുന്നതിനേക്കാൾ മികച്ച ഒരു വ്യക്തിയാണ് ഉമർ ബിൻ ഖത്താബ് എന്ന് പറഞ്ഞു. പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു, ചോദിച്ചു, ഉമർ ബിൻ ഖത്താബിനെ കുറിച്ച് എന്താണ് നിൻ്റെ അഭിപ്രായം? ഉമർ ബിൻ ഖത്താബിനെ ഖലീഫയാക്കുന്നതിനെക്കുറിച്ച് എന്താണ് നിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെക്കാൾ നന്നായിട്ട് അത് അറിയുന്നത് നിങ്ങൾക്കാണ്, ഞാൻ എന്തിനാ അത് പറയുന്നത്, നിങ്ങൾക്ക് തീരുമാനിച്ചാൽ പോലെ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അബൂബക്കർ സിദ്ദീഖ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തും പറഞ്ഞു, എനിക്കറിയേണ്ടത് നിൻ്റെ അഭിപ്രായമാണ്. അങ്ങനെ നിർബന്ധപൂർവ്വം ചോദിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച വ്യക്തി, അതുപോലെ ഒരു വ്യക്തി വേറെയില്ല, അത് ഉമർ ബിൻ ഖത്താബാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് അബൂബക്കർ സിദ്ദീഖ് ഒരുപാട് സ്വഹാബാക്കളെ, മുഹാജിരിങ്ങളുടെ മാത്രമല്ല അൻസാറുകളുടെ നേതാക്കളെ വരെ വിളിച്ചിട്ട് ഇതേ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. എല്ലാവരും ഒരേ സ്വരത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു മറുപടിയാണ് പറയുന്നത്. എല്ലാവരും ഉമർ റളിയല്ലാഹു അൻഹുവിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു മറുപടി തന്നെയാണ് പറയുന്നത്. ഒരാളൊഴികെ, തൽഹ ഇബ്നു ഉബൈദില്ല.
തൽഹ പറഞ്ഞു, ഇത്രയും കർക്കശക്കാരനായിട്ടുള്ള ഒരാളെ നീ മുസ്ലിങ്ങളുടെ നേതാവാക്കിയ നാളെ റബ്ബിൻ്റെ മുന്നിൽ നീ എന്ത് മറുപടി പറയും എന്ന് ചോദിച്ചു. തൽഹ ഇബ്നു ഉബൈദില്ല ചോദിക്കുകയാണ്, ഇത്രയും കർക്കശക്കാരനായിട്ടുള്ള, ഇത്രയും പിടിവാശിയുള്ള ഒരാളെ നീ മുസ്ലിങ്ങളുടെ നേതാവാക്കിയ നീ നാളെ റബ്ബിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരില്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ കിടക്കുകയാണ്. ചുറ്റുമുള്ള ആരോടോ അബൂബക്കർ സിദ്ദീഖ് എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ച് ഇരുത്തുമോ എന്ന് ചോദിച്ചു. അങ്ങനെ കൂടെയുള്ളവർ അബൂബക്കർ സിദ്ദീഖിനെ ഒന്ന് എഴുന്നേൽപ്പിച്ച് ഇരുത്തി. അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, നീ റബ്ബിനോട് മറുപടി പറയേണ്ട കാര്യം ചോദിച്ചിട്ട് എന്നെ പേടിപ്പിക്കുകയാണോ? എങ്കിൽ അറിയുക, അവരുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഉത്തമനായ ഒരാളെയാണ് അവർക്ക് വേണ്ടി ഞാൻ തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് ഞാൻ റബ്ബിനോട് മറുപടി പറയും എന്ന് പറഞ്ഞു. തൽഹ റളിയല്ലാഹു അൻഹു ഉമർ മോശക്കാരനാണ് എന്നല്ല പറയുന്നത്. ഇത്രയും കർക്കശക്കാരനായിട്ടുള്ള, ഇത്രയും വിട്ടുവീഴ്ചക്കൊരിക്കലും വഴങ്ങാത്ത ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായ സമയത്ത് ഗവർണർമാർക്കൊരു താക്കീത് ചെന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പരിസര പ്രദേശത്ത് ഏതെങ്കിലും ഒരു വ്യക്തി മോഷ്ടിച്ചാൽ അവൻ്റെ കൈ ഞാൻ വെട്ടും. ആ ഒരു മോഷണം അത് വിശന്നിട്ടാണെങ്കിൽ നിൻ്റെ തല ഞാൻ വെട്ടും എന്ന് പറഞ്ഞ ആളാണ്. അത്രയും കർക്കശക്കാരനായിട്ടുള്ള ഒരാളെ പിടിച്ച് മുസ്ലിങ്ങളുടെ നേതാവാക്കണോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. എല്ലാവരും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ തിരഞ്ഞെടുപ്പിനെ ഒരുപോലെ അംഗീകരിച്ചു. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു. പറഞ്ഞു, എൻ്റെ കാലശേഷം അടുത്ത ഖലീഫയായിട്ട് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, നീ അടുത്ത ഖലീഫയാകണം എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ആദ്യ സമയത്ത് അത് നിഷേധിച്ചു. എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ടത് സാധിക്കില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു. പക്ഷേ അബൂബക്കർ സിദ്ദീഖിൻ്റെ നിരന്തര നിർബന്ധം കാരണം ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് അത് സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയാണ്. ഇതിനുശേഷമാണ് അബൂബക്കർ സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ അടുത്ത ഖലീഫയാക്കിയിട്ടുള്ള ആ ഒരു പരസ്യ പ്രഖ്യാപനം നടത്തുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് മുൻപ് തന്നെ ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 10-15 ദിവസത്തോളം അബൂബക്കർ സിദ്ദീഖ് തീരെ വയ്യാത്ത അവസ്ഥയിൽ കിടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തിരുന്നതും ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ആയിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ സമയത്തൊക്കെ അബൂബക്കർ സിദ്ദീഖിനെ സ്ഥിരമായിട്ട് സന്ദർശിക്കുന്ന ഒരാളായിരുന്നു. അവർ നല്ല സുഹൃത്തുക്കളാണ്. ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ ഏതെങ്കിലും ഒരു വൈദ്യനെ വിളിച്ചു കൊണ്ടുവരട്ടെ, നിനക്ക് അസുഖം വളരെ കൂടുതലാണ്, ഞാൻ ഏതെങ്കിലും ഒരു വൈദ്യനെ വിളിച്ചു കൊണ്ടുവരട്ടെ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ വൈദ്യൻ എന്നെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്, തീർപ്പും കൽപ്പിച്ചിട്ടുണ്ട്, വിധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. യഫ്അലു മാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്ന പോലെ അവൻ ചെയ്യും, മറ്റൊരു വൈദ്യൻ്റെ ആവശ്യം ഇനി എനിക്ക് ഇല്ല, എല്ലാം തീരുമാനമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവസാന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് ആയിഷയോടായിട്ട് ചോദിച്ചു, ഞാൻ ഖലീഫയാകുന്ന സമയത്ത് എൻ്റെ കയ്യിലില്ലാത്ത എന്തെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ആയിഷ ബീവി നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഒട്ടകം കൂടുതലുണ്ട്, ഒരു അടിമയും കൂടുതലുണ്ട് എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, എങ്കിൽ അത് രണ്ടും എൻ്റെ വഫാത്തിന് ശേഷം, എൻ്റെ അന്ത്യത്തിന് ശേഷം അത് ഉമർ ബിൻ ഖത്താബിനടുത്ത ഖലീഫയെ ഏൽപ്പിക്കണം, അതെനിക്ക് അവകാശപ്പെട്ട മുതലല്ല, അത് ഉമറിനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം ഉമറിന് അതങ്ങനെ കൊടുക്കപ്പെട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോയി എന്നാണ്. അങ്ങനെ ക്രിസ്തുവർഷം 634 ഹിജ്റ വർഷം 13 ജമാദുൽ ആഖിർ 22 ഒരു തിങ്കളാഴ്ച ദിവസം ആയിഷയോട് അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, റസൂല് വഫാത്തായത് ഏത് ദിവസമാണ് എന്ന് ചോദിച്ചു. ആയിഷ പറഞ്ഞൊരു തിങ്കളാഴ്ച ദിവസമാണ് എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, എങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രിക്കകം എന്ന് പറഞ്ഞു. പിന്നീട് ചോദിച്ചു, റസൂലുള്ളാഹിനെ എങ്ങനെയാണ് പൊതിഞ്ഞത്, കഫൻ ചെയ്തത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. ആയിഷ ബീവി പറഞ്ഞു, 3 യമനി സുഹൂലി വസ്ത്രത്തിലാണ് കഫൻ ചെയ്തത് എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ആ ഒരു തുണി, അതിലൊരിത്തിരി മഞ്ഞ കറയുണ്ട്, അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേറെ 2 തുണിയും കൂടെ ചേർത്തിട്ട് അതിലെന്നെ പൊതിഞ്ഞ് കബറടക്കണം എന്ന് പറഞ്ഞു. ആയിഷ ബീവി പറഞ്ഞു, ഈ പഴയതെന്തിനാ, നമ്മളതിൽ പുതിയതുണ്ടല്ലോ, പുതിയ വസ്ത്രങ്ങളുണ്ടല്ലോ, അതിൽ പൊതിഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, നല്ല തുണി വേണ്ടത് ജീവിച്ചിരിക്കുന്നവർക്കാണ്, മരിച്ചവർക്ക് എന്തിനാ നല്ല തുണിയൊക്കെ എന്ന് ചോദിച്ചു. തൻ്റെ ഭാര്യ അസ്മാ ബിൻതി ഉമൈസിനോട് തൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി പറയണം, തന്നെ പരിശുദ്ധ പ്രവാചകൻ്റെ തൊട്ടടുത്ത് തന്നെ കബറടക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞ് തീർത്തതിന് ശേഷം ഹിജ്റ വർഷം 13 ജമാദുൽ ആഖിർ 22 തിങ്കളാഴ്ച സിദ്ദീഖുൽ അക്ബർ വഫാത്താവുകയാണ്.
തവഫനി മുസ്ലിമൻ വൽഹിക്നി ബിസ്സാലിഹീൻ, തവഫനി മുസ്ലിമൻ വൽഹിക്നി ബിസ്സാലിഹീൻ എന്ന ഖുർആൻ സൂക്തം ഉരുവിട്ടുകൊണ്ട് എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളോടുകൂടി എന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യണമേ എന്ന ഖുർആൻ സൂക്തം ഉച്ചരിച്ചുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ അങ്ങനെ വഫാത്താവുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം പരിശുദ്ധ പ്രവാചകൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹത്തെ ഖബറടക്കിയിരിക്കുന്നത്. അസ്മാ ബിൻതി ഉമൈസ് എന്ന തൻ്റെ ഭാര്യയാണ് അദ്ദേഹത്തെ കുളിപ്പിക്കുന്നത്. ഉമർ ബിൻ ഖത്താബാണ് മയ്യത്ത് നമസ്കരിക്കുന്നത്. ഉമറും ഉസ്മാനും തൽഹയും അബൂബക്കർ സിദ്ദീഖിൻ്റെ മകൻ അബ്ദുറഹ്മാനും ചേർന്നാണ് അബൂബക്കർ സിദ്ദീഖിൻ്റെ ശരീരം ഖബറിലേക്ക് ഇറക്കി വെക്കുകയും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത്. പരിശുദ്ധ പ്രവാചകൻ്റെ വലത് ഭാഗത്ത് പ്രവാചകൻ്റെ തോൾ ഭാഗത്തേക്ക് തല വരുന്ന രീതിയിലാണ് അബൂബക്കർ സിദ്ദീഖിനെ ഖബറടക്കിയിരിക്കുന്നത്. ജീവിതത്തിലെന്ന പോലെ മരണത്തിന് ശേഷവും ആ കൂട്ടുകാരങ്ങനെ ഒരുമിച്ചായി. പരിശുദ്ധ പ്രവാചകൻ വഫാത്തായ അതേ ദിവസം തിങ്കളാഴ്ചയാണ് അബൂബക്കർ സിദ്ദീഖ് വഫാത്താകുന്നത്. പ്രവാചകൻ വഫാത്തായ അതേ വയസ്സിൽ 63-ാമത്തെ വയസ്സിൽ.